വീഡിയോ കോൾ വിളിക്കുന്നത്? നോക്കമല്ലേ, നീ എല്ലാ ലിമിറ്റുകളും കഴിഞ്ഞു പോയിരിക്കുക. ഇനി എന്ത് വീഡിയോ കോൾ ചെയ്താലും എന്റെ നിനക്ക് തരാൻ പണം ഇല്ല. കൂടെ കൂടെ ഇങ്ങനെ വിളിക്കണ്ട. എന്റെ ജീവിതത്തിൽ തരാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമ്പോ ഞാൻ തരാം. നോക്ക് ശിവാനി, ഇടയ്ക്കിടയ്ക്ക് നീ വിളിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഇടയ്ക്കിടയ്ക്കെന്നല്ല, ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിളിക്കില്ല. ഇനി ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയൂ? ഇന്നത്തെ ഈ നിമിഷം കഴിഞ്ഞാൽ നിന്റെ കയ്യിൽ 5 പൈസ കാണില്ല. പഴയതിനേക്കാൾ ദാരിദ്ര്യമായിരിക്കും ശിവാനി നിനക്ക് വരാൻ പോകുന്നു. ഞാൻ പറഞ്ഞില്ലേ, ചില വീഡിയോസ് നീ എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഞാനേ മുതലും പലിശയും ചേർത്ത് നിനക്കത് തിരിച്ചു തരാൻ പോവുക. അതായത് ഇപ്പൊ തന്നെ ഞാൻ നിന്റെ എല്ലാ വിവരങ്ങളും നിന്റെ കെട്ടിയോനോട് തുറന്നു പറയാൻ പോവുക. എന്തൊക്കെയാടാ നീ പറയുന്നത്? ഞാനിപ്പോ എവിടെയാ നിൽക്കുന്നതെന്ന് ശിവാനിക്ക് അറിയൂ? എവിടാ? ആ, കാണിച്ചു തരാം, നോക്കിക്കോ. അയ്യോ, കണ്ടല്ലോ, ഇത് നിന്റെ കെട്ടിയോന്റെ ഓഫീസാ. അവിടെ നിൽക്കാ ഞാൻ. അമലേ, നിനക്കേ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റില്ല, അതുകൊണ്ടാ. നീ കണ്ടോ? നീ എന്തിനാ അമലേ അങ്ങോട്ട് പോയത്? വേറെന്തിനാ, നിന്റെ ഭർത്താവ് പ്രണവിനെ കാണാൻ തന്നെയാ. ഞാനിപ്പോൾ പ്രണവിൻ്റെ ക്യാബിനിലേക്ക് കയറി ചെല്ലും. എന്നിട്ടൊരു കാര്യം പറയും. പ്രണവ് സാറേ, സാറിൻ്റെ ഭാര്യ ശിവാനി ഇത്രയും കാലം സാറിനെ ഗംഭീരമായി പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തു പറയുന്നു? ഞാൻ ക്യാബിനിലേക്ക് കയറട്ടെ? വേണ്ട വേണ്ട വേണ്ട, പ്ലീസ്, നീ അങ്ങനെ പറയല്ലേ. വേറൊരു കാര്യം കൂടി എനിക്കറിയാം. ഇപ്പോൾ മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കലും നീ അമ്മയാകില്ല എന്ന്. നീ പ്രണവിനോടൊന്നും പറയരുത്. ഓക്കെ, സമ്മതിച്ചു, ഞാൻ പറയുന്നില്ല. എങ്കിലൊരു കാര്യം ചെയ്യും, ഞാൻ ആവശ്യപ്പെടുന്ന പണം എൻ്റെ കൈ കൊണ്ടുതാ. അമലേ, എന്റെ കയ്യിൽ പണമില്ല, സത്യം ഞാൻ പറയണേ. അപ്പൊ പിന്നെ വേറെ വഴിയില്ലല്ലോ ശിവാനി, ഞാൻ പ്രണവിനോട് എല്ലാം പറയാം. അയ്യോ അമലേ, പറയല്ലേ പ്ലീസ്. നീ എന്റെ ജീവിതം നശിപ്പിക്കരുത്. ഞാൻ കാല് പിടിച്ച് യാചിക്കാം, പ്ലീസ് പ്രണവിനോടൊന്നും പറയല്ലേ. യാചിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് വീഴണം. ഈ അമലിന് അത് വിട്ടൊരു കളിയുമില്ല ശിവാനി. അല്ലെങ്കിൽ ഈ പെൻഡ്രൈവിൽ എല്ലാ എവിഡൻസും ഉണ്ട്. ഇതുൾപ്പെടെ ഞാൻ പ്രണവിന് കൈമാറും. എനിക്ക് പണം വേണം. ശിവാനിക്ക് വേണ്ടത് അഭിമാനമാണ്. ആ അഭിമാനം രക്ഷിക്കണമെങ്കിൽ പണവും കൊണ്ട് ഞാൻ പറയുന്ന സ്ഥലത്ത് നീ വരണം. ഞാൻ ഈശ്വരമംഗലത്തെ മരുമകളാണെന്നേ ഉള്ളൂ, എന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. ഈശ്വരമംഗലത്തെ മരുമകളുടെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. വേണ്ട ശിവാനി, എനിക്ക് പണം കിട്ടിയില്ലെങ്കിൽ ഈ പെൻഡ്രൈവ് ഞാനിപ്പോൾ പ്രണവിന് കൊടുക്കും. സത്യങ്ങളെല്ലാം പ്രണവറിഞ്ഞാലുള്ള അവസ്ഥ നിനക്ക് അറിയാമല്ലോ. ശിവാനി, തീരുമാനമെടുക്കാൻ വൈകും തോറും അപകടമാണ്. എന്തു പറയുന്നു? പണം തരുന്നോ ഇല്ലയോ? ഈ പെൻഡ്രൈവിലാണ് മോളെ നിന്റെ അഭിമാനവും ജീവിതവും അന്തസ്സും എല്ലാം ഇരിക്കുന്നത്. ഇതിലുള്ള വീഡിയോ പ്രണവ് കണ്ടാലുള്ള അവസ്ഥ അറിയാലോ. അവസാനമായി ഞാൻ ചോദിക്കുക, എനിക്ക് പണം തരുന്നോ ഇല്ലയോ, അതോ ഞാനിത് പ്രണവിനെ കാണിക്കണോ? ശരി, ഞാൻ പണം തരാമല്ലേ, തരാം. അത് ശരി. സംഗതി കൈവിട്ടു പോകുമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ കയ്യിൽ പണം വന്നു അല്ലേ?
ഇപ്പോ എവിടെ നിന്ന് കിട്ടി ശിവാനി പണം? നിനക്ക് നിനക്ക് പണം കിട്ടിയ പോരെ, ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. നീ ഇത് ഫോൺ വെക്ക്. താങ്ക് യു ശിവാനി, താങ്ക് യു. ആ പിന്നെ എത്രയും പെട്ടെന്ന് വേണം കേട്ടല്ലോ. വയ്ക്കട്ടെ. നിധി വന്നേ, വേഗം വാ. ഒന്ന് നിന്നേ. ആ പെൻഡ്രൈവ് ഇങ്ങതാ. ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ കയറി തലയിടല്ലേ സാറേ. ആവശ്യമില്ലാത്ത കാര്യമല്ല, ഞങ്ങൾക്ക് ഇത് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. മര്യാദയ്ക്ക് ആ പെൻഡ്രൈവിങ് താടാ. പോയി നിന്നെ പണിയൊക്കെ ഇടി. നിന്നെ വിടില്ലടാ. നീ എന്തിനാ ശിവാനിയെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു പറ്റൂ. ആ പെൻഡ്രൈവ് ഇങ്ങതാടാ. എടാ പെൻഡ്രൈവ് പെൻഡ്രൈവ് മര്യാദയ്ക്ക് തരുന്നതാ നല്ലത്. എടുക്കടാ. അതിൽ എന്താണ് ഉള്ളത്? ഗൗതം, പെൻഡ്രൈവ് കിട്ടി. അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കണം, എന്നിട്ടേ വിടാവൂ. പറയടാ, നിനക്ക് എന്താ ശിവാനി ബ്ലാക്ക്മെയിൽ ചെയ്യേണ്ട കാര്യം? അയ്യോ, ഗൗതം. അവൻ രക്ഷപ്പെട്ടു കളഞ്ഞല്ലോ. സാരമില്ല, പെൻഡ്രൈവ് എന്തായാലും കിട്ടിയല്ലോ. ഇതിലെന്താണെന്ന് നോക്കാം. എന്താ സാർ, എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല. നമ്മുടെ കമ്പനിയുടെ ഒരു ഡോക്യുമെന്റ് അടങ്ങി പെൻഡ്രൈവ് ആയിട്ട് ഒരുത്തൻ രക്ഷപ്പെടാൻ ശ്രമിച്ചതാ. അത് ഞാൻ പിടിച്ചു വാങ്ങിച്ചതാ. നിങ്ങൾ ചെല്ല്. ശരി സാർ. വാ. ശിവാനിയെ സംബന്ധിക്കുന്ന എന്തോ ഒരു രഹസ്യം ഈ പെൻഡ്രൈവിൽ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് ഗൗതം. ശിവാനിയെ സംബന്ധിക്കുന്ന രഹസ്യം ഉണ്ടെന്ന് മാത്രമല്ല, അത് പ്രണവ് കാണാൻ പാടില്ലാത്തതുവാ. അവൻ പറയുന്നത് നിധിയും കേട്ടതല്ലേ. താൻ വാ, എന്തായാലും നമുക്കിത് നോക്കാം.